ആപത്തിൽപ്പെട്ട ഈ ഭക്തിയുടെ ആർത്തനാദം കേട്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. എന്റെ ഈ താലിയെ നീ സംരക്ഷിച്ചല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ ഭർത്താവിനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റണേ സ്വാമി. തഥാസ്തു. ഞാൻ സംപ്രീതനായി. ഉടൻ തന്നെ നിന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതം നിനക്ക് ഞാൻ വാഗ്ദാനം നൽകുന്നു. ഒരുപാട് നന്ദി ഭഗവാനെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നാണെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നാ. ശ്രീകർമ്മൻ ശരിക്കും പരമശിവനെ പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിത് നാടകമായിട്ടല്ല തോന്നിയത്. ശരിക്കും പരമശിവൻ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നല്ല കലാകാരന്മാരും ഉണ്ടല്ലോ അമ്മേ. അതെ അതെ, കലാകാരന്മാര് കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അവൻ പറയുന്നൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. നിഹാരിക, നിന്നെയാ ഇവരിങ്ങനെ പ്രശംസിച്ചോണ്ടിരിക്കുന്നത്. ഈ പ്ലേ സെറ്റ് ചെയ്തത് തന്നെ ആരാണെന്ന്. നാടകത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അവനെ എങ്ങനെയാ സഡനായിട്ട് കഴുത്തിന്നൊരു താലിയൊക്കെ എടുത്തത്? പറ അവനി. നിന്റെ കഴുത്തിൽ താലിയുണ്ടെന്ന് പണ്ടെന്നോ പവിത്ര പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളത് കാണാനായി ശ്രമിക്കുകയും ചെയ്തതാ, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ അതെങ്ങാനും സത്യമാണോടി? അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ആവിനെ ഇവിടെ അവതരിപ്പിച്ച വേഷം അവളുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചതാണെങ്കിലോ? നീ പറ മോളെ, അത് ഉള്ളതാണോ? അത് ഒറിജിനൽ ഒന്നും അല്ല. നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാതെ. ആ കണ്ട താലി നാടകത്തിന്റെ വെറും ഒരു ഭാഗം മാത്രമാണ്. താലി നേരത്തെ കഴുത്തിലുള്ളതൊന്നും അല്ല. അതാ സീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. മോളെ സുജാതെ, അവന് അവിവാഹിതയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ അങ്ങനെ പറഞ്ഞ എന്താ? അതെ മോളെ, ഞങ്ങളുടെ മരുമകളാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ജാതകമൊത്തു പോവാത്തതുകൊണ്ട് അതെന്തോ നടന്നില്ല. ആ കാര്യം നിനക്കറിയാലോ. എല്ലാം അറിഞ്ഞാലും ചില ആളുകള് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കും. അവനിയുടെ കൂടെ അഭിനയിച്ച ആൾക്കാര് അവളെ ശരിക്കും അടിച്ച പോലെ എനിക്ക് തോന്നിയത്. അവരെ വെറുതെ വിടാൻ പാടില്ല. തിരുമേനി, അവരുടെ ഡീറ്റെയിൽസ് കിട്ടുമോ? നിങ്ങൾ അവതരിപ്പിച്ച നാടകത്തിന്റെ കഥയും അവതരണവും എല്ലാം നിഹാരിക മോളാ നോക്കിയത് മോനെ. നിഹാരിക, അവരാരാ? അവരാരെന്ന് പറയാൻ. അത് പരിചയമുള്ളവര് വഴി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഫോൺ ചെയ്തപ്പോ അയാൾ അയച്ച ആൾക്കാരാ. പാവം, അവരാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് അധികം ഇമോഷണൽ ആയി പോയി. അതല്ലാതെ അവര് വേണമെന്ന് വെച്ച് ചെയ്തൊന്നും അല്ലല്ലോ. ആദ്യം അവരുടെ ഡീറ്റെയിൽസ് താ. ശ്രീകർ, ക്ഷേത്രത്തിൽ വഴക്ക് വേണ്ട. അമ്മേ, അതല്ല അമ്മേ. മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിലും ആവനിയോട് ഇവിടെ ആർക്ക് ദേഷ്യം ഉണ്ടാവാനാ? ശത്രുക്കള് ചില സമയങ്ങളില് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ആയിരിക്കും വേദവതി അമ്മേ. നിന്റെ സംശയത്തിൽ കഴമ്പില്ല ശ്രീകർ. അത് വിട്ടേക്കുന്ന നല്ലത്. തിരുമേനി, എല്ലാം നല്ലപോലെ അവസാനിച്ചുല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ആവട്ടെ. പോയി വരാൻ കേട്ടോ. അന്ന് ഇറങ്ങട്ടെ. എല്ലാവർക്കോട്ടെ. മോളെ സുജാതയെ,
നിങ്ങൾ രണ്ടുപേരും ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നുള്ളൂ. കാറിൽ കയറാനുള്ള വലിപ്പമൊന്നും ഞങ്ങൾക്കായിട്ടില്ല പ്രസാദ് റാവു സാറേ. നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോളാം. വരട്ടെ നിഹാരിക. ബൈ ബേബി. ഓക്കെ മോളെ. ഓക്കെ ഡാഡി. ഇതാ ചേട്ടാ കോഫി. വാ മോളെ, നിനക്ക് ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഒന്നും വേണ്ട. ശിവരാത്രിക്ക് നടന്നതൊക്കെ ഇപ്പോഴും കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എപ്പ എന്ത് സംഭവിക്കുമെന്ന് ഓരോ നിമിഷവും പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ അഭിനയിച്ച നാടകമാണെങ്കിൽ ഹൊറിബിൾ ആയിരുന്നു. ആവണിയുടെ മേൽ ശരിക്കും അറ്റാക്ക് നടന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരുന്നു. അത് റിയലിസ്റ്റിക് ഒന്നുമല്ല, അതാണ് റിയൽ. വാട്ട്? യെസ്, ആവിനിയെ കൊല്ലാൻ വേണ്ടി ഞാൻ കാശ് കൊടുത്ത് വരുത്തിയത് അവരെ. സത്യാണോ? നിങ്ങളോട് ഞാൻ എന്തിനാ കളവ് പറയുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഒരാൾക്ക് പോലും സംശയം വരാതെ ഞാൻ തന്നെ പ്ലാൻ ചെയ്തത്. നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എതിർക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പറയാതിരുന്നേ. കഷ്ടപ്പെട്ട അത്രയും വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് കാര്യം? അവരെല്ലാവരും കൂടി അതൊക്കെ കൊളാക്കി കളഞ്ഞു. നാടകത്തിന്റെ ഭാഗമായി ആ ആവനി മേലോട്ട് പോയിരുന്നെങ്കിൽ ശിവരാത്രിയുടെ അന്ന് ആവനി ശിവന്റെ വിളി കേട്ട് കൈലാസത്തിലേക്ക് പോയതാണെന്നും വലിയ ഭാഗ്യമുള്ള കുട്ടിയാണെന്നും പറഞ്ഞു പൊലിപ്പിച്ചേനെ. അതോടെ ആ ആവനിയുടെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയേനെ. നല്ലൊരു ചാൻസാ മിസ്സായത്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? നിഹ, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദിവസങ്ങൾ കഴിയും തോറും നീ മാറിക്കൊണ്ടിരിക്കുക. ഗൗതമി, അതെ മോളെ, ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നീ ഇന്ന് കാണിച്ചത് വളരെ എക്സ്ട്രീം ആയിപ്പോയി. ഇതെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പ്രണയിനിയാവില്ല നീ, പകരം കൊലയാളിയായി മാറും. ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരേ ഒരു മോളാ. നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടാനായി എത്ര നാളായി ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഒരാളെ കൊല്ലാനുള്ള റേഞ്ചിലേക്ക് നീ വളരുന്നത് അത് ശരിയല്ല മോളെ. എനിക്ക് ശ്രീകരട്ടിനെ കിട്ടിയേ പറ്റൂ. കനലിലൂടെ നടക്കാൻ കഴിയാഞ്ഞിട്ട് ഞങ്ങളോട് ഒരു കൂൾ സോക്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നീ ശ്രമിച്ചില്ലേ മോളെ? അവസാനം എന്തായി? അതേ കനലിലൂടെ നടക്കേണ്ടി വന്നില്ലേ മോളെ? അതുപോലെ വലിയ വലിയ തീരുമാനങ്ങളും പാമ്പായി കഴുത്തിൽ ചുറ്റും മോളെ. കുട്ടിയായിരുന്നപ്പോ നീ കാണിച്ചിരുന്ന വാശി വലുതാവുമ്പോ അഹങ്കാരമായി മാറുമെന്നും നീ അതിന് അടിമപ്പെട്ടു പോകുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോളെ. ആവനി ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയും ശ്രീകറിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയും വേറെ മാർഗങ്ങൾ ആലോചിച്ചോ. പക്ഷേ കൊന്നുകളയാനൊന്നും നോക്കരുതേ മോളെ. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പോയിട്ട് വരാം. മോളെ
അതെന്താ എന്റെ വീടിന്റെ മുന്നിൽ ഫോളോ ചെയ്യുവാണോ? അതെ, എന്തിന്? കുറച്ച് സത്യങ്ങൾ അറിയാൻ വേണ്ടി. എന്ത് കേട്ടു? എന്നെ കൊല്ലാൻ വേണ്ടി നീ ഉണ്ടാക്കിയ പ്ലാനിനെ കുറിച്ച് മുഴുവനും കേട്ടു. എനിക്ക് നിന്നെ അമ്പലത്തിൽ വെച്ചേ സംശയം തോന്നിയതാ. അതിപ്പോ എനിക്ക് ഉറപ്പായി. എന്റെ മോളല്ല അവിടെ ഒന്നും പ്ലാൻ ചെയ്തത്. അനാവശ്യമായി എന്റെ മോളെ സംശയിക്കാൻ നിൽക്കരുത്. നേരിട്ട് എതിർക്കാൻ പാടില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ വളഞ്ഞ മാർഗം സ്വീകരിക്കുന്നത്? അതിനെന്താ സംശയം? നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയോ? നിങ്ങളുടെ മകളെ അമിതമായി സ്നേഹിക്കുന്നത്. മോള് കനല് തൊടാൻ വേണ്ടി കൈ നീട്ടുമ്പോ കൈ പൊള്ളൂന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പേരൻസ് എന്ന നിലയിൽ അത് നിങ്ങളുടെ ബാധ്യതയാ. അതുപോലെ അവളെ തെറ്റുകൾ ചെയ്യുന്ന സമയത്തും അത് പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾ അതൊന്നും ചെയ്യാതെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം നിങ്ങളുടെ മകൾക്ക് നഷ്ടമാകുന്നത് എന്താണെന്നറിയോ? ജീവിതം. എന്നെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാനും അവൾ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. ആ റൗഡികളെ പിടിച്ചൊന്ന് നല്ലോണം ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാ സത്യം പുറത്തു വന്നോളൂ. നിഹാരിക എവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി എനിക്ക് അത്രയും ചെയ്താ മതി. പക്ഷെ അത് ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നോ? വേദവതി അമ്മയുടെ മരുമകളുടെ തനി സ്വഭാവം ഇതാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. എത്രയോ കാലങ്ങളായി അവര് സംരക്ഷിച്ചു പോരുന്ന വിശ്വാസങ്ങളുടെ മേൽ നീ കാരണം മഴുക്ക് വീഴും. അതുകൊണ്ട് ഞാൻ പറയില്ല. അതുമല്ല, നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള എഗ്രിമെന്റ് എന്താ? നിന്റെ തെറ്റ് നീയായിട്ട് മനസ്സിലാക്കി അവിടെ നിന്ന് പുറത്തു പോണം. ഞാൻ ആ വാക്കിനോട് എപ്പോഴും സത്യസന്ധമായിരിക്കും. അല്ലെങ്കിൽ നിന്നെ എനിക്കിപ്പോ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വെറും 5 മിനിറ്റ് മതി. ജയിക്കാൻ വേണ്ടി ആളുകളെ കൊന്നു കളയാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ നീ ജയിച്ചാലും അത് ശരിക്കുള്ള വിജയമല്ല. ഇനി ഒരിക്കലും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യരുത്. ഇനി അവള് ശ്രീകരനോട് എങ്ങാനും പോയി പറയൂ. അതെ മോളെ, നിനക്കിങ്ങനെ ക്രിമിനൽ മൈൻഡുള്ളത് ശ്രീകരങ്ങാന് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവും. ആവനി, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല. ബട്ട് സ്വയം തിരുത്താൻ ശ്രമിച്ചോ? ഈ ആവനിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. എപ്പോ എവിടെ ഉണ്ടെന്നെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ശരി ശരി, ഞാൻ പോവാൻ നോക്കട്ടെ. ശരി മോളെ. നിഹാരിക അഗ്നിയിലൂടെ നടന്നു. ആവനി 101 കുടം കൊണ്ട് അഭിഷേകം നടത്തി. രണ്ടാൾക്ക് നല്ല അംഗീകാരവും കിട്ടി. ഐഡന്റിറ്റിക്ക് വേണ്ടി ത്യാഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാ. നിനക്ക് കാല് കൊള്ളാൻ പാടില്ല, കയ്യിൽ തഴമ്പ് വരാൻ പാടില്ല. അപ്പൊ പിന്നെ നിന്നെ ആരംഗീകരിക്കാനല്ല ലാവണ്യ? എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങളൊരു ജോലിയാക്കി എടുത്തിരിക്കുക. പക്ഷെ അവൻ പറഞ്ഞതും കറക്റ്റ് കാര്യമല്ലേ ലാവണ്യ? ഒരു റിസ്കും എടുക്കാതെ പ്രതിഫലം വേണോന്ന് പറഞ്ഞ എങ്ങനെയാ? ശിവരാത്രി ദിവസം ഞാനവിടെ ഇല്ലാതിരുന്നുകൊണ്ടാ. അല്ലെങ്കിൽ സിസ്റ്റർക്ക് നല്ല പേര് ഞാൻ ഉണ്ടാക്കി തന്നേനെ. എന്താ ഒരു മീറ്റിംഗ്? അച്ഛൻ ശിവരാത്രി ചടങ്ങിന് വന്നില്ലല്ലോ. അവിടെ എന്തൊക്കെയാ നടന്നതെന്ന് വിവരിച്ചു കൊടുക്കുമായിരുന്നു. അമ്മേ, എന്താ ശ്രീ? എനിക്കിപ്പോഴും സംശയം മാറിയിട്ടില്ല അമ്മേ. തലയും വാലുമില്ലാതെ സംസാരിക്കുന്ന എന്താടാ? നീ എന്താ പറയുന്നേ? നോർമലായിട്ട് പോയ നാടകത്തില് അവനെ വേണമെന്ന് വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ.
സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ശിവരാത്രിയുടെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ പോലും വീട്ടിൽ പോയി പറഞ്ഞു പോകരുത്. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നേരം ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. എന്നാ എല്ലാം മറന്നേക്ക്. വേദവതി അമ്മയുടെ കുടുംബ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മറക്കാതിരിക്കാൻ വയ്യല്ലോ. ഈ കാര്യം എന്തായാലും ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ആവനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. അതല്ല, ആവനി നിഹാരിക എവിടെ? ഗംഗാ പാർവതിമാരെ പോലെ പത്മാവതി അലമേലു മങ്കയെ പോലെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നത് കണ്ടില്ലേ? രണ്ടാളും സഹോദരിമാരെ പോലെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെയും പോലെ ഒരുമിച്ച് വരുന്ന എന്താ? പുറത്തുനിന്ന് രണ്ടാളും കൂടി ഒരേ സമയത്തല്ലേ കയറി വന്നേ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അവനെ കുറിച്ചാ സംസാരിക്കുന്ന. എന്തുപറ്റി? അമ്പലത്തിൽ വെച്ച് നിന്റെ നേരെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് മനഃപൂർവ്വമാണെന്നുള്ള ശ്രീകരന്റെ സംശയം ഇനിയും മാറിയിട്ടില്ല. അവരങ്ങനെയൊക്കെ ചെയ്തതിന് പിന്നില് ആരുടെയൊക്കെയോ കൈകളുണ്ടെന്നാ എനിക്ക് സംശയം. ആവനി, നിനക്കിനി ആരെങ്കിലും ഡൗട്ടുണ്ടോ? എന്നെ കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇവിടെ എന്നെ തന്നെ നോക്കുന്നേ? നിഹാരിക ഇപ്പോ അത്ര സംശയത്തോടു കൂടി നോക്കുന്നത് എന്താ ആവണി? ആ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ അലിഞ്ഞു ചേർന്ന് കുറച്ച് ഓവറായി പോയതാന്ന് നിഹാരിക പറഞ്ഞായിരുന്നല്ലോ. എനിക്കിവിടെ ഒരാളെയും സംശയമില്ല ശ്രീകർ സർ. ഇനി അഥവാ ആരെങ്കിലും സംശയം തോന്നിയ എന്നോട് പറയണോ? അത് ഞാൻ എന്തായാലും അവരെ വെറുതെ വിടില്ല. ശരിയെന്നാ. ശ്രീ, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. വായിട്ട. ശ്രീകരേട്ടാ, ഏട്ടന്റെ സംശയം ഇപ്പോഴും തീർന്നില്ലല്ലേ? നല്ലൊരു സമയം നോക്കി ആ ആർട്ടിസ്റ്റുകളെ ഞാൻ ഇവിടേക്ക് വിളിപ്പിക്കാം. ഏട്ടൻ പോലീസുകാരെ പോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോ. ഓക്കെ? രണ്ടാളും ഒരുമിച്ചാണല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല ചേച്ചി. ഞങ്ങള് നിന്റെ കൂടെ നടക്കുമ്പോ നീ അവളുടെ കൂടെ നടക്കുന്ന എന്താ? നിന്റെ പരിപാടി എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് പൊട്ടന്മാരെ പോലെയാണോ തോന്നുന്നേ? അയ്യോ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പൊ എന്റെ സമയം അത്രയ്ക്കങ്ങ് ശരിയല്ല. ശരിയാകുമ്പോ നമുക്ക് സംസാരിക്കാം. വല്ലാത്തൊരു സാധനം, കനലെരിയാത്ത പെണ്ണ്. നമ്മളറിയാത്ത എന്തോ ഒരു കാര്യം അവർക്കിടയിൽ നടക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ കാര്യം ഒഴിച്ച് എല്ലാവരെ കുറിച്ച് സംസാരിക്കും. എന്റെ ഐഡന്റിറ്റി ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നടന്ന കാര്യം ശ്രീകരേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാ 5 മിനിറ്റ് പോലും നിഹാരിക ഇവിടെ നിർത്തില്ല. നിഹാരികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവളുടെ നിജ സ്വഭാവം പുറത്തു കാണിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ എനിക്കും നല്ലത് സംഭവിക്കും. പക്ഷേ എനിക്കും നിഹാരികയ്ക്കും ഇടയിലുള്ള കണ്ടീഷൻ പ്രകാരം റൗഡികളെ ഉപയോഗിച്ച് അവൾ എനിക്ക് നേരെ നടത്തിയ വധശ്രമത്തിന്റെ കാര്യം ശ്രീകരേട്ടനോട് പോലും പറയാൻ കഴിയില്ല. ആവനി,